പിന്നെ ഒരു വീട്ടുകാർ എന്തെങ്കിലും ഒരു അസുഖം പിടിച്ചിട്ട് ആശുപത്രിയിൽ പോയി ഇവിടെ നിന്ന് നടാൻ അവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ആൾ മരിക്കുകയാണ്. അപ്പം അത്രയും നിലയിലാണ് ഞങ്ങളിപ്പോൾ ഈ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടിമക്കൾക്ക് ഇപ്പോൾ തന്നെ സീറ്റില്ല, സീറ്റ് തരില്ല, ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് മേടിച്ച് തരാൻ കാശില്ല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പറയണത്. ഇന്നലെ ഞാൻ തന്നെ ഞങ്ങളുടെ ആൾക്കാരനെ വിട്ട് ഫോറസ്റ്റിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളുടെ പാസിൻ്റെ കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് പാസ് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് മലഞ്ചരക്ക് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്ന മലഞ്ചരക്ക് ഞങ്ങൾക്ക് പുറമെ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അതിന് നിയമ തടസ്സങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണി ചെയ്തിട്ട് ഞങ്ങളുടെ ഫോറസ്റ്റ് തന്നെ പറഞ്ഞിട്ട് വിട്ടത്. അപ്പം ഇത്രയൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടും ദാരിദ്ര്യത്തിലുമാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇപ്പം ഈ മടിയിൻ്റെ എടുക്കുന്നുണ്ട് 17 രൂപയാണ്, അരിക്കോ 20-28 രൂപയാണ് വില പറഞ്ഞത്. ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് അരി മേടിച്ച് കൊടുക്കാൻ ഈ പണിയെടുക്കുന്ന കാലത്ത് കൊണ്ട് കിട്ടോ? ചിലപ്പോൾ 10-50 കിലോ ആയിരിക്കും ഈൻ്റെ കൊണ്ട് തൂക്കുന്നത്. അതിൽ പിടുത്തക്കാശും എല്ലാതും കഴിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് നിസ്സാരം തുച്ഛമായ കാശാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കോളനിക്കാരുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ തേരാങ്കാലം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ തേരാങ്കാലം തരാം, ഈ പറയുന്ന തേരാങ്കാലത്ത് തന്നെ ഞങ്ങൾക്ക് വീടും സ്ഥലവും ഞങ്ങൾക്ക് വച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ആർക്കും പറയാൻ പറഞ്ഞോളൂ.